ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് കുറച്ച് നാൾ മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഇന്ന് കണ്ണൂർ കോക്ടെയിൽ ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ ഓൾറെഡി കറൻ്റ്ലി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പ്ലേസിൻ്റെ അടുത്തൊരു കണ്ണൂർ കോക്ടെയിലിൻ്റെ ഷോപ്പുണ്ട്. റീസെൻ്റ്ലി ഞാൻ അവിടെ നിന്ന് കുടിക്കാനിടയായി. അതിൽ പിന്നെ ഞാൻ ഭയങ്കര അഡിക്റ്റഡ് ആണ് അതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ നമ്മളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പപ്പായയും അതുപോലെ ക്യാരറ്റ് അതുപോലെ നമ്മുടെ പാല് പിന്നെ ഐസ്ക്രീം ഇതൊക്കെ ആയിട്ട് ഇവിടുന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പപ്പായ അരിഞ്ഞെടുത്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമ്മുടെ ക്യാരറ്റ് നല്ല രീതിക്ക് ബോയിൽ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് കാഷ്നട്ട്, പിന്നെ മാതളനാരങ്ങ, പിന്നെ നമുക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. അപ്പോൾ നമ്മുടെ പാല് കട്ടയായതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് പുഴുങ്ങിയ ക്യാരറ്റ് വെച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കണം. പപ്പായയും കൂടി മിക്സ് ചെയ്തിട്ട് നോർമലി നമ്മുടെ ഷേക്കും കാര്യങ്ങളൊക്കെ അടിക്കുന്ന പോലെ തന്നെയാണ്. ഐസ്ക്രീം ആഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അതിൽ പറയുന്നത്. അങ്ങനെ നമ്മളത് സെറ്റ് ആവുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കടയിൽ കിട്ടുന്ന ആ കളർ എനിക്കിതിന് കിട്ടിയില്ല എന്നിട്ട് എന്താ കാര്യമെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ എക്സാക്റ്റ് ടേസ്റ്റും അതിൻ്റെ അല്ലായിരുന്നു. കാരണം അവിടുത്തെ എന്ന് പറഞ്ഞാൽ നല്ല രുചിയായിരുന്നു. ഇതും ഉണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത്ര സെറ്റായില്ലായിരുന്നു. പിന്നെ നമ്മളിത് അടിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ പോംഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഷേക്ക് രൂപം തന്നെയാണത്. പക്ഷെ അതിൽ കുറച്ചുകൂടി ഒരു എക്സ്ട്രാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനേലും കുറച്ചുകൂടി ഡാർക്ക് കളറാണ് ശരിക്കും ആ കോക്ടെയിൽ കിട്ടുന്നത്. ഞാൻ വീഡിയോസിലും അങ്ങനെ തന്നെ കേട്ടോ കണ്ടത്. ഇതെന്താ ഇങ്ങനെ ആയെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഗ്ലാസ്സിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ നട്ട്സും അതുപോലെ പോമഗ്രാനൈറ്റ് ഇട്ടിട്ട് നമ്മളിത് ഒഴിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പകർത്തുവാണ്. നമ്മളാകെ 2 പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടിയായിരുന്നു. ടേസ്റ്റാണ് എനിക്ക് അറിയാനുള്ളത്. ഇത് ഉണ്ടാക്കിയ ടൈമിൽ അതായിരുന്നു എൻ്റെ വിഷമം. കാരണം അത്ര ആഗ്രഹിച്ചുണ്ടാക്കുന്ന സാധനങ്ങളാകുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു വിഷമം വരുമല്ലോ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല റിഫ്രഷിംഗ് ആയിരുന്നു. കാരണം ആ ഒരു ചൂടത്ത് ഇത് കുടിച്ചപ്പോൾ ഭയങ്കര റിഫ്രഷിംഗ് ആയി. കാരണം ചൂടത്ത് നമുക്ക് എന്ത് തണുത്ത വെള്ളം കിട്ടിയാലും ശരിക്കും നമുക്ക് ചിലപ്പോൾ ലക്ഷറി ആയിട്ട് ഫീൽ ചെയ്യും. അതുതന്നെയായിരുന്നു എനിക്കിത് കുടിച്ചപ്പോഴും തോന്നിയത്. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച എക്സാക്റ്റ് ടേസ്റ്റ്, ആ കടയിൽ കിട്ടുന്ന ടേസ്റ്റ് ഇതിന് കിട്ടിയില്ല. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാലും നമ്മൾ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളേക്ക് സ്കൂപ്പ് ഐസ്ക്രീമും പിന്നെ അതുപോലെ നട്ട്സൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് പുറമേ കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് കുടിക്കാൻ തുടങ്ങി. എല്ലാവരും അടിപൊളിയാണെന്നൊക്കെ ഉണ്ടോ പറഞ്ഞത്, നല്ലതാണെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും സെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആദ്യമായിട്ട് ട്രൈ ചെയ്തൊരു സാധനമാണല്ലോ. അപ്പോൾ അത് സെറ്റായതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ എല്ലാവരും കുടിക്കുവാണ്. നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും